everyone, welcome to ROSHNI'Sfood and Life. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് സീരീസ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മയോ സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ചിക്കൻ മയോ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ചിക്കൻ മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയാണ്. സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള തന്നെ ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുരുമുളക് പൊടിയാണ്. വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചൂട് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് എടുത്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് വരാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് മാറ്റി വെച്ച് ചെറുതായിട്ടൊന്ന് പീസസ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ മയണൈസ് ആണ് കേട്ടോ. അപ്പം മയണൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അസംബിൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മയണൈസ് എത്ര വേണമെങ്കിലും ചേർത്താട്ടോ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡ് എന്ന് പറയുമ്പോൾ ഞാൻ അകത്ത് ഉള്ളിലൊന്നും വെക്കുന്നില്ല, ബട്ടർ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാൻഡ്വിച്ച് ആണ് കേട്ടോ, നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ നമ്മുടെ ബ്രെഡിനകത്ത് ഈ ഫില്ലിങ് വെച്ച് കഴിക്കാനാണ് താല്പര്യം. അപ്പം നിങ്ങൾക്ക് ഇനി സോസ് വേണമെന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസ് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മയോ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച്? നല്ല ക്രീമി പോലെ ഇരിക്കുന്നല്ലേ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകാൻ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നും മിസ്സാവാതെ കാണാനും പറ്റേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് പറ്റി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.